എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതായത് മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റുകൾ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന്, അത് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും, അതായത് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഒന്നുകിൽ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റോ അഡ്മിഷൻ നേടുക. നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനും, രണ്ടാമത്തെ ഓപ്ഷനോ അതിനു താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനുകളോ ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിനായിട്ട്, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടി, അതിന് മുകളിലുള്ള 2-3 ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ അഡ്മിഷനായിട്ട് പോകുന്നത് ആ ഒരു സ്കൂളിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോം കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഓപ്ഷൻ നമ്പറിൽ ഏതാണ് സ്കൂൾ കോഴ്സ് ഉള്ളത് അത് റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഹയർ സെക്കൻഡറിയിൽ ഈ ഒരു അഡ്മിഷൻ ഉള്ളത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ വൈകിട്ട് 4 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു ഉച്ചയ്ക്ക് 11 മണിക്കേക്ക്, അതായത് വൈകുന്നേരത്തിന് മുൻപായിട്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷനായിട്ട് പോവുക. കാരണം ലേറ്റായിട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ബസ്സൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ സ്കൂളിലെത്താൻ ലേറ്റ് ആവുകയും പിന്നീട് ഈ ഒരു സമയം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് അഡ്മിഷൻ നൽകാതെയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഉടൻ തന്നെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും അഡ്മിഷൻ എടുത്തു എന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളായിരുന്നാലും അല്ലെങ്കിൽ കോഴ്സ് ആയിരുന്നാലും വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വെറുതെ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുത്തരുത്. കാരണം പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടും. അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷനെങ്കിലും എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.